അപ്പോൾ വെൽക്കം ടു നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഞാൻ എണീറ്റപ്പോൾ നല്ല ലേറ്റായി. എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നലെ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് കിടന്നു. എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്, ചെറിയൊരു ഇൻഫെക്ഷൻ. അപ്പം എണീറ്റപ്പോൾ ഉച്ചയായി. അപ്പോൾ ഉച്ച മുതലുള്ള എ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം. ഇന്ന് സൺഡേ ആണ്, ഹോളിഡേ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെ പോയി എന്നുള്ളത് കാണാം. പനി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ബെഡിൽ നിന്ന് എനിക്കുന്നതിന് സത്യം പറഞ്ഞ ഒരു മൂഡില്ല കേട്ടോ. എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ? ദിസ് ഈസ് ഹൗ ഐ ലുക്ക് വെൻ ഐ എം സിക്ക്. തുടങ്ങാല്ലേ? തുടങ്ങാട്ടാ. അപ്പോൾ ഐശ്വര്യമായിട്ട് പല്ല് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഈ ഇലക്ട്രിക് ബ്രഷ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. പക്ഷേ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എല്ലാവരും കയ്യിലിരിക്കുന്നുണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് കഴുകുകയാണ്. ഇത് നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. ഇവിടെ വീഡിയോ കോർണർ കേട്ടോ. അപ്പോൾ ഹോം ടൂറൊക്കെ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാൻ പറ്റാത്തത് പനി ആയതുകൊണ്ട് കുറച്ച് ജിഞ്ചില്ലാക്കടി ആയിട്ടാണ് റൂം എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് അടുക്കളയിൽ കയറി. അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പം പാത്രമൊക്കെ കഴിഞ്ഞു. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തു. ദെൻ ഐ തോട്ട് ഐ ടേക്ക് ഷവർ. അപ്പോഴേക്കും ഫുഡ് വരുവാ. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ. ഒന്ന് മാറുമ്പോൾ ഒന്ന്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടറാ? വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അപ്പോയിൻമെന്റ് എടുത്തു. ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പോവാണ് ഗൈസ്. നല്ല സുഖം. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്. റെഡി ആവാനായിട്ട് മടി. അപ്പം നമുക്ക് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അപ്പോയിൻമെന്റിന് പോവാം കേട്ടോ. അങ്ങോട്ട് പോണേക്കാളും മുന്നേ നമുക്ക് പനിയുടെ ടാബ്ലറ്റ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പോവാണ് ഗൈസ്. ഷോൾഡർ പോയി ഗൈസ്. അപ്പോൾ പോയിട്ട് വരാം. നല്ല വെയിലുണ്ട് കേട്ടോ. ആണെങ്കിലേ ഇത് ഷോൾഡർ വേദന എടുത്തിട്ട് എനിക്ക് കഴുത്ത് തിരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് 9 minutes ഉള്ളൂ. പക്ഷെ ഞാൻ പോയി വരുമ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. അതങ്ങനെയാ അമ്മേ. സത്യം പറയുകയാണെങ്കിൽ ഷോൾഡർ വേദന എടുത്തിട്ട് ഞാനിപ്പോ ജിമ്മ് കറന്റ്ലി സ്റ്റോപ്പ് ചെയ്തിക്കുക. കാരണം എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കാർഡിയോ മാത്രം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നിർത്തി വെക്കാനായിട്ട്. അതുകൊണ്ട് കാർഡിയോ മാത്രം ചെയ്യാൻ മടിയായിട്ട് ഞാനിപ്പോ 2 weeks ആയി ബ്രേക്ക് എടുത്തിട്ട്. ഞാൻ സാധാരണ അങ്ങനെ ബ്രേക്ക് എടുക്കാറില്ല. അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നമ്മൾ കാർഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ തന്നെ ഈ പണി കിട്ടിയത്. Anyway, let's go. ഞാൻ ഇന്നും പോവാ. ഏകദേശം ഇപ്പോ എന്താ പറയാ പോവാറുള്ള റൂട്ടാ. പക്ഷെ എങ്കിലും മാപ്പ് ഇടാതെ പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. ഒരു സൺഡേ എന്ത് പെട്ടെന്ന് തീരുന്നത്. എനിക്ക് എൻ്റെ വയറാണത് കുറച്ച് ഇങ്ങനെ ഇരിക്കല്ലേ. ഇവിടെ എത്തുമ്പോൾ എനിക്ക് വഴി തെറ്റും. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് റൈറ്റാ പോകേണ്ടത് കേട്ടോ. ഞാനൊരു 1000 പ്രാവശ്യം വഴി വന്നിട്ടുണ്ടെങ്കിൽ ഈ വഴി എനിക്ക് തെറ്റും എപ്പോഴും. ക്വൈറ്റ് നാച്ചുറൽ വിചാരിച്ചു ഇപ്പൊ വഴി തെറ്റുന്നത്. നമ്മൾക്ക് ആക്ഷൻ അങ്ങോട്ട് പോകേണ്ടത്. എടി ഞാനിപ്പോ ഒരു ക്ലിനിക്കിൽ പോയോണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ. ഞാൻ അവിടുത്തെ ലൊക്കേഷൻ അയച്ചുതരാം നിനക്ക്. ഇവിടെ തന്നെയാ ബർദുബായ്. ഞാൻ അവിടേക്ക് എത്താൻ ഒരു 5 minutes എന്നിട്ട് അയച്ചാൽ മതിയോ? ഓക്കെ. നമ്മുടെ ബാക്കില് സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഉള്ളത്. ഓഹോ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിറർ കൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ഞാൻ എൻ്റെ വണ്ടിയുടെ മിറർ ക്യാമറ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി കണ്ടോ
അറിയില്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാന്നൊന്നും അറിയില്ല. എല്ലാ അവന്മാരും എന്റെ ഫ്രണ്ടിൽ കൂടെ കയറി അങ്ങ് പോകും. ഇതിൽ ഞാൻ ഈ സംസാരിക്കുന്നതിൽ പകുതിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, പകുതിക്ക് ഞാൻ കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമുക്ക് ബോറടിച്ചാലും. ഇപ്പൊ നമ്മള് ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അനഘയ്ക്കൊന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യട്ടെ, കാരണം ക്രിസ്റ്റി ഡോക്ടർ സൗമ. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ GSMലാണ് വന്നിട്ടുള്ളത്. ഞാൻ ചെയ്തത് ഇലക്ട്രോതെറാപ്പി പിന്നെ ഡ്രൈ നീഡ്ലിംഗ് ഒക്കെ ആയിരുന്നു. അനഘ പിന്നെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ടിരുന്നു. അപ്പോഴേക്കും എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടൊക്കെ ബായ് പറഞ്ഞിട്ട് ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി. Bye, Dr. Salma. Thank you so much for the design. Christy, bye. Bye bye. നമ്മുടെ ഫിസിയോതെറാപ്പി കഴിഞ്ഞു. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാം. ഇങ്ങോട്ട് വാടി. നമ്മള് ഏകദേശം ഒരു 2 കൊല്ലം ഉണ്ടാവില്ലേ? 2.5 കൊല്ലം ഉണ്ടാവും ഇപ്പൊ നമ്മളെ കണ്ടിട്ട്. സോ ഇന്ന് കെട്ടി എഴുതുന്നുണ്ട്, എന്തിനാണാവോ എന്തോ. ഇതാണ് അനഘ. ഒന്നിങ്ങോട്ട് വരാം. നമ്മള് ഫുഡ് കഴിക്കാൻ പോണേ. നമ്മളെവിടെയോ പോവേ. അപ്പൊ നമ്മള് നഹദ മന്തി കഴിക്കാൻ പോവാം. നഹദ മന്തി വെള്ള ചെലവാട്ടോ അല്ലേ? എന്തായാലും പറയുമ്പോൾ ബുദ്ധിമുട്ട്. മന്തി ഒരു മന്തി. മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മംസാർ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. കുട്ടിക്ക് കടൽ കാണുന്ന ഒരേ നിർബന്ധം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി. എന്നെ കണ്ട ശരിക്കും ആൺകുട്ടിയുടെ പോലെ ഉണ്ട്. ലുക്ക് ലൈക്ക് എ ബോയ് ബട്ട് ഷീ ഈസ് എ ഗേൾ. എടി തേണ്ടി പിന്നെ ഈ സമ്മതം തന്നിക്കുന്നു. കണ്ടടി, അതിനെയൊന്നും പോയി എടുക്കല്ലേട്ടാ. എടി എല്ലാം അറബി കൊച്ചായിരിക്കും, വെറുതെ ഇടി കിട്ടൂട്ടാ, ഫൈനും വരും. ഇവിടെ താൻ ഇപ്പുറത്തേക്ക് നടക്ക്, കണ്ടവരുടെ പിള്ളേരെയൊക്കെ പോയി എടുത്തേരി. ഇങ്ങനെ നടന്ന് ഇതിലേ പോവാ. അപ്പൊ ഞാൻ എടുക്കാം കൊറേ നേരം. ഞങ്ങള് മംസാർ പൂതിക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കഴിഞ്ഞ് പോവാണ്. മുതളിപ്പ് കഴിഞ്ഞ് പോവാണ്. നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു, അതുകൊണ്ട് കുറവാ, അധികം വരത്തില്ല. ഇവളെ ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെട്രോയിൽ ഇറക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ഒരു എക്സിറ്റ് മിസ്സായി പോയി ഗൈസ്. അപ്പം നട റോട്ടിൽ ഇറക്കി വിടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് വന്നു. തേണ്ടി നടത്തൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തി ഗൈസ്. സോ that's for today. I'm tired. I need to go to supermarket, buy things and go home. Finally we are home. But നമ്മളിപ്പോൾ അൽബസാൻ സെൻറ്ററിൽ പോയിട്ട് ഒരു വാൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ എൻ്റെ വീഡിയോ കോർണർ എന്ന് പറഞ്ഞിട്ട്. വാണ്ടഡ് ടു ചേഞ്ച് ദാറ്റ് കോർണർ. കാരണം എല്ലാവരും ഇത് കണ്ട് എനിക്ക് തോന്നുന്നു മടുത്തിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ബൈ.